കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്ത് തിരക്കിട്ട കൂടിക്കാഴ്ചകളും കരുനീക്കങ്ങളും. വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രത്യേകം ചർച്ചകൾ നടത്തും. ഇതിനുശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. വിഷ്ണുപ്രസാദും ബി ബാലഗോപാലും വിവരങ്ങളുമായി. ബാലഗോപാൽ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കൽ അത്ര എളുപ്പമാണോ? മുൻപത്തെ നിലയിലാണെങ്കിൽ വേണമെങ്കിൽ കെ.സി. വേണുഗോപാലിന് പിന്മാറാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്മാറ്റം തന്നെ അസാധ്യമായ നിലയിൽ ഈ വലിയ ശക്തി പ്രകടനം സംസ്ഥാനത്താകെ നടന്നു. അപമാനിതനായി പിന്മാറുക എന്നുള്ളത് കെ.സിയെ സംബന്ധിച്ച് അസാധ്യമാണ്. നാച്ചുറൽ ചോയ്സ് എന്ന വാദം വി.ഡി. സതീശന്റെ കാര്യത്തിൽ നിൽക്കുന്നു. ഒരു സമവായ സാധ്യതയായി രമേശ് ചെന്നിത്തല വരാം എന്ന് മാത്രമല്ല, രാഷ്ട്രീയ ഉപശാലകളിൽ കേൾക്കുന്ന ഒരു വർത്തമാനം വി.ഡി. സതീശൻ അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് തൽക്കാലം ഇല്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചേക്കാമെന്നാണ്. മുസ്ലിം ലീഗ് കടുകട്ടി നിലപാടിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനകൾ കേരളത്തിൽ നിന്ന് ലഭ്യമാകുന്നു. ഇങ്ങനെ വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഇതെങ്ങനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ധാരണം ചെയ്യും? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അതിസങ്കീർണമായ രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ വൈകിട്ടൊക്കെ ഈ കേരളത്തിൽ ഇപ്പോൾ പ്രകടനം നടക്കുന്നതിന് മുമ്പ് ഈ ഡൽഹിയിൽ പറഞ്ഞു കേട്ടിരുന്നത് ഒരു സമവായ ഫോർമുല ഉണ്ടാവും. ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ ഈ തൽക്കാലത്തേക്ക് മാറി നിൽക്കും, രമേശ് ചെന്നിത്തല ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് വരും, വി.ഡി. സതീശൻ ഒരു ഉപമുഖ്യമന്ത്രിയായി ആ മന്ത്രിസഭയിലേക്ക് വരും. അങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ, സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഡൽഹിയിൽ പുറത്തിറങ്ങിയ 2 ദേശീയ ദിനപത്രങ്ങൾ ഇതേ കാര്യം, അതായത് കെ.സി. വേണുഗോപാൽ മാറുന്നു, ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തല വരുന്നു എന്ന കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ സ്ഥിതി ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. ആർക്കും പിന്നോട്ട് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അതിസങ്കീർണമായിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നേരത്തെ പിന്മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഇനി അതിന് ഒരു അത്തരമൊരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. 3-2 ഭൂരിപക്ഷം നിയമസഭാ കക്ഷിയിൽ ഉണ്ടായിട്ട് പോലും ഈ താൻ എന്നിരുന്നാൽ പോലും പിന്മാറിയ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനി അത് പിന്മാറിയാൽ അത് തൻ്റെ നാണം കെട്ടുള്ള മടക്കമായി അതിനെ വിലയിരുത്തുമെന്നാണ് പ്രകോപിപ്പിച്ചത്. എന്താണ് ഇപ്പോൾ നാട്ടിൽ പല ഭാഗത്തും കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിന് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്നു, ചിത്രം വെട്ടിമാറ്റുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്ന ഫ്ലെക്സ് പോലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ടുമുമ്പിൽ വലിച്ചു കീറി എറിയുന്നു. തെരുവിൽ അപമാനിക്കപ്പെടുന്നു ഞാൻ. അങ്ങനെ തെരുവിൽ എന്നെ അപമാനിച്ചുകൊണ്ട് ഇതിൽ തീരുമാനം വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് കെ.സി. വേണുഗോപാൽ പോവുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കെ.സി. വേണുഗോപാൽ വിശ്വസിക്കുന്നത്. അഭിലാഷ് പറഞ്ഞതിനപ്പുറം നൂലിൽ കെട്ടിയിറക്കുന്ന നേതാവെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വി.ഡി. അനുകൂല പ്രകടനങ്ങളിൽ പലയിടത്തു നിന്നും ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത്. കെ.സി. വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പിന്നീട് സംസ്ഥാന മന്ത്രിസഭയിലുമൊക്കെ തിളങ്ങുന്ന സമയത്ത് വി.ഡി. സതീശൻ കേവലം ഒരു MLA ആയി അല്ലെങ്കിൽ കേവലം പ്രാദേശിക തലത്തിൽ മാത്രമുണ്ടായിരുന്ന ഒരു നേതാവാണ്. സംസ്ഥാന തലത്തിലും, അതായത് ഏറ്റവും അടിസ്ഥാന തട്ടിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് പടിയായി ഉയർന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തെ ഇങ്ങനെ നൂലിൽ കെട്ടിയിറക്കുന്ന നേതാവ് എന്ന തരത്തിലേക്കുള്ള നടത്തിയ പ്രകോപനം സ്വാഭാവികമായും കെ.സി. വേണുഗോപാലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ഇനിയൊരു പിന്മാറ്റത്തിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 63 MLA-മാരുടെ പിന്തുണയുണ്ട്. ആ MLA-മാരുടെ പിന്തുണ അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്നത് പിന്നീട് 7 MLA-മാരുടെ പിന്തുണ കൂടി മാത്രമാണ്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഘടകകക്ഷികൾ നടത്തുന്ന ചില സമ്മർദ്ദ തന്ത്രങ്ങൾ അതിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കരുതെന്നാണ് കെ.സി. വേണുഗോപാൽ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളത്തിലൊരു 10,000, 1000, 1500 പേരുടെ ഒരു പ്രകടനം വി.ഡി. സതീശന് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നാളെ ബംഗളൂരുവിൽ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം 20,000-ൻ്റെയോ 30,000-ൻ്റെയോ പ്രകടനം നടത്തുക അത്ര പ്രയാസകരമായ കാര്യമല്ല. കോൺഗ്രസ് നേതൃത്വം ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ അതൊരു കീഴ്വഴക്കമായി ആ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന, പിന്നീട് പലർക്കും അതൊരു പ്രചോദനമാകുമെന്ന ഒരു ആശങ്കയും കെ.സി. പക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വി.ഡി. സതീശനും ഇതിനി ഒരു തിരികെ പോകാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി പദവിയിൽ അദ്ദേഹത്തിന് നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത്
പ്രതികരണമായിരിക്കും ഉണ്ടാകുക എന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പല നേതാക്കൾക്കുമുണ്ട്. ഏതായാലും വി ഡി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കേവലം ഒരു ധനകാര്യമന്ത്രിയായിട്ടോ ഒന്നും മന്ത്രിസഭയിൽ വരില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കനത്ത ഒരു പ്രതികരണം വി ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിസങ്കീർണമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഡ്രാമയിൽ എന്തൊക്കെ ഇനി സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.